ഇക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു എക്കോണമിയിലും അതുപോലെ തന്നെ ഒരു നേഷനിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് എത്രത്തോളം ആവശ്യമാണെന്ന് നമുക്കറിയാം. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ജീവിത നിലവാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു അന്തരീക്ഷം വേണം. അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടി നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുകയുള്ളൂ. നമ്മളും അതുപോലെ ഗവൺമെൻറ്റുകളും അതായത് ജനങ്ങളും ഗവൺമെൻറ്റുകളും ഒക്കെ തന്നെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് അതുപോലെ തന്നെ നഗരവൽക്കരണവും പൊല്യൂഷൻ, അതായത് ഇപ്പോൾ വായു, ജലം, ഡീഫോറസ്റ്റേഷൻ, അങ്ങനെ പല രീതിയിലും ഉണ്ടാവുന്ന കുറേ കാര്യങ്ങൾ ഈ നമ്മൾ പറയുന്ന ഈ നാച്ചുറൽ റിസോഴ്സസിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. സോ ദിസ് റിസോഴ്സ് ഡിപ്ലീഷൻ ലീഡ്സ് ടു സീരിയസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അതായത് ഈ ഒരു വിഭവത്തിൻ്റെ ശോഷണം എന്ന് പറയാം. ഈ ഒരു റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്ന സംഭവം പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിലേക്കാണ് പോകുന്നത്. അതായത് സോയിൽ ഇറോഷൻ, റെഡ്യൂസ്ഡ് ഫാം ഔട്ട്പുട്ട്, അതായത് നമ്മൾ പറയുന്ന പോലെ ഈ മണ്ണൊലിപ്പ്, പിന്നെ ഈ കാർഷികോൽപ്പന്നങ്ങൾ കുറയൽ, പിന്നെ പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, അങ്ങനെ ഭൂമിയിലുണ്ടാവുന്ന പലതരത്തിലുള്ള ജീവനെയും, അതായത് ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ത്രെട്ടായിട്ടുള്ള നിൽക്കുകയാണ്. അതായത് അത് ഹാം ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ ജീവനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വലിയ ഭീഷണിയായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. സോ പൊല്യൂഷൻ ക്യാൻ ലീഡ് ടു റിസോഴ്സ് ലോസ് ആൻഡ് ഈവൻ എൻഡാഞ്ചർ ലൈഫ് ഓൺ എർത്ത്. അതായത് മലിനീകരണം എന്ന് പറയുന്നത് റിസോഴ്സസിൻ്റെ നഷ്ടത്തിനും അതുപോലെ ഭൂമിയിലെ നമ്മൾ പറയുന്ന ജീവൻ അപകടത്തിലാവാനും കാരണമാവുന്നു. ഭാവിയിൽ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള എക്കോ ഫ്രണ്ട്ലി പോളിസീസ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. So, if development does not consider environment and sustainability, it is not successful in the long run. അതായത് വികസനം എന്ന് പറയുന്നതിന് പരിസ്ഥിതിയുടെ വികസനം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ട് രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് പോവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ്റർനാഷണലി അറ്റ് എ മീറ്റിംഗ് in Stockholm by United Nations in 1972. 1972 ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റോക്ക്ഹോമിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് നടന്നിട്ടുള്ള പല മീറ്റിങ്സും ഈ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയും അതെല്ലാം തന്നെ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. അതുപോലെ പരിസ്ഥിതിയും വികസനവും എങ്ങനെ ഒരു സന്തുലിതമായിട്ട് കൊണ്ടുപോവാം. അതായത് ദ യുണൈറ്റഡ് നേഷൻ ആസ്ക്ഡ് എ ഗ്രൂപ്പ് ഓഫ് കോൾഡ് ദ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് WCED, അതാണ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ലെഡ് ബൈ ഗ്രോഹാം ആൻഡ് ബ്രണ്ട്ലാൻഡ് ടു ലുക്ക് അറ്റ് ഹൗ ടു ബാലൻസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഈ പരിസ്ഥിതിയും വികസനവും എങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താം, എങ്ങനെ സന്തുലിതമായിട്ട് നിർത്താം എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വേൾഡ് കമ്മീഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന. സോ ഈ ഒരു ഗ്രൂപ്പിനോടാണ് ഐക്യരാഷ്ട്ര സംഘടനയാണ് ഇത് പറഞ്ഞത്. അതായത് എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ 1987 ദ ഐഡിയ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബിക്കെയിം പോപ്പുലർ. 1987 നമ്മൾ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ പോപ്പുലർ ആയിട്ട് വരുന്നത്. അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ, അതായത് അവർ കോമൺ ഫ്യൂച്ചർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുഭാവി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഈ പറയുന്ന സുസ്ഥിര വികസനം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നാലെ വരുന്ന ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇപ്പോൾ പുരോഗതി കൈവരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അതായത് ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അത് മറ്റൊരു ഭാവിയിലേക്ക് അത് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയ, അതാണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ബ്രണ്ട്ലാൻഡ് കമ്മീഷനും പറയുന്നത്. So it says that economic growth and taking care of nature go together. അതായത് നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതി സംരക്ഷണവും സാമ്പത്തിക വളർച്ചയൊക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോവുക. വിഭവങ്ങളൊക്കെ തന്നെ, അതായത് റിസോഴ്സസ്, വി ഷുഡ് യൂസ് റിസോഴ്സസ് വൈസ്ലി, അതായത് റിസോഴ്സസ് ഒക്കെ തന്നെ വളരെയധികം വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യുക. ആൻഡ് നോട്ട് ഹാം ദ എൻവയോൺമെൻറ്റ് സോ ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻ ക്യാൻ ഹാവ് ദാറ്റ് ദേ നീഡ്. അതായത് നമ്മൾ ഒരിക്കലും പരിസ്ഥിതിയെ ദോഷകരമായിട്ട്
ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഭാവി തലമുറയ്ക്ക് അത് ആവശ്യമുള്ളത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ മാറ്റിവെക്കുക. ഈ റിപ്പോർട്ട് പറയുന്നത് 3 ഐഡിയാസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നീഡ്സ് ആണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ. എല്ലാവർക്കും പണം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരക്ഷണം, അതായത് ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് സുസ്ഥിര വികസനം, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക. അതായത് നമ്മുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക. അതായത് ഇത്തരത്തിലുള്ള, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ശുദ്ധജലം, വൈദ്യുതി, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അത് എല്ലാവരുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ബേസിക് നീഡ്സ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഫസ്റ്റ് വൺ നീഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഡെവലപ്മെൻറ്റ് ആണ്. അതായത് ഭാവി തലമുറകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ ഒരു സംഭവം, അതായത് നമ്മൾ ഈ മെറ്റ് ചെയ്ത് നിൽക്കുന്ന ബേസിക് നീഡ്സ് നമ്മൾ മെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, സോ അത് അവർക്കും കൊടുക്കുക, അതിനുള്ള അവസരം അവർക്കും കൊടുക്കുക. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യം എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. അടുത്തത് ഫ്യൂച്ചർ ജനറേഷൻസ്, അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, അതായത് നമ്മുടെ ചോയ്സസിന് ശേഷം വരുന്ന ആളുകൾക്ക് എക്കോണമിയും സൊസൈറ്റിയും എൻവയോൺമെൻറ്റും ഒക്കെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ എൻവയോൺമെൻറ്റിനും സൊസൈറ്റിക്കും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് നമ്മുടെ ചോയ്സസ് കൊടുക്കുന്ന പോലെ തന്നെ അവർക്കും ചോയ്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അധികമായിട്ട് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സുസ്ഥിര വികസനത്തിൻ്റെ ആ ഒരു റിപ്പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്: നീഡ്സ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമ്പണൻറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. സുസ്ഥിര വികസനത്തിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. അതായത് ഇക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ. 4 സാമ്പത്തികം, സാമൂഹികം, പരിസ്ഥിതി, സ്ഥാപനം. സോഷ്യൽ, എൻവയോൺമെൻറ്റൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്കണോമിക്. ഈ 4 പരസ്പരം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ദി ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ. നമ്മൾ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് 4 പാർട്സ് ആണുള്ളത്: ഇക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ. ഇത് 4 പരസ്പരം ഈച്ച് അതർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഓരോന്നും പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനർത്ഥം വെച്ച് കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ, ആളുകൾ, പ്രകൃതി എന്നിവ പോലുള്ള മതിയായ വിഭവങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പണം സമ്പാദിക്കുക. അതായത് ദിസ് മീൻസ് മേക്കിംഗ് മണി വൈൽ കീപ്പിംഗ് ഇനഫ് റിസോഴ്സസ് ലൈക്ക് ബിൽഡിംഗ്, പീപ്പിൾ ആൻഡ് നേച്ചർ. ഇറ്റ് ലുക്സ് അറ്റ് തിങ്സ് ലൈക്ക് മണി, റിസോഴ്സസ്, ബിൽഡിംഗ് ആൻഡ് ഹൗ തിങ്സ് ഗ്രോ. ഇറ്റ് ഓൾസോ തിങ്സ് അബൌട്ട് ദ കോസ്റ്റ് ഓഫ് നേച്ചർ വെൻ വി മേക്ക് ദ യൂസ് തിങ്സ്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ, പണവും വിഭവവും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ വളരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ വസ്തുക്കൾ ഉണ്ടാക്കുകയും ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന പ്രകൃതിക്കുണ്ടാവുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് പ്രകൃതിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഡ്രോബാക്ക് ചെയ്യുക. അടുത്തത് ഈ പറയുന്നത്, ഇതിനനുസരിച്ച് എക്കോണമിക്ക് 4 ഗോളുകളാണുള്ളത്. മേക്കിംഗ് ന്യൂ മാർക്കറ്റ് ആൻഡ് ചാൻസസ്, അതായത് പലതരത്തിലുള്ള പുതിയ വിപണികളും അവസരങ്ങളും ഉണ്ടാക്കുക. മേക്കിംഗ് മോർ തിങ്സ് ആൻഡ് സർവീസസ്, അതായത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുക. ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് മച്ച്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ സഹായിക്കുക. മേക്കിംഗ് തിങ്സ് ഫെയർ ഫോർ എവരിവൺ, എല്ലാവർക്കും കാര്യമായിട്ടുള്ള രീതിയിൽ, അതായത് ന്യായത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ഉറപ്പാക്കുക. ഈ 4 എക്കോണമി എന്ന രീതിയിൽ, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കണോമിക്കലി സസ്റ്റൈനബിൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ, അതായത് പണം സമ്പാദിക്കുകയും അതുപോലെ തന്നെ സേവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് കൂടി കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ ചെയ്യുന്നത്, അതായത് എക്കോണമി എന്ന് പറയുന്നത് എക്കണോമിക് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ, അങ്ങനത്തെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളിലൊന്നും എക്കോണമിയെ എന്ത് ചെയ്യുക, അത് ബാധിക്കാത്ത രീതിയിലേക്ക് മാറ്റുക എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതായത് സാമൂഹിക സുസ്ഥിരതയെ കുറിച്ചിട്ട്. ദിസ് മീൻസ് മേക്കിംഗ് ഷുവർ പീപ്പിൾ ഹാവ് വാട്ട് ദേ നീഡ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ബേസിക് സർവീസസ്. ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഫെയർ ആൻഡ് മേക്കിംഗ് ഷുവർ എവ്രി വൺ ഹാസ് ദ സെയിം ചാൻസസ്. അതായത് സാമൂഹികമായിട്ടുള്ള സുസ്ഥിരത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം,
അടിസ്ഥാന സേവനങ്ങൾ എന്നിവ പോലെ ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ഇത് എല്ലാവർക്കും ന്യായമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക. എല്ലാവർക്കും ഒരേ അവസരം ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. അതുപോലെ ഭക്ഷണം, പാർപ്പിടം, നമ്മുടെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുക. അതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്ത് പോകും. അപ്പോൾ എന്ത് ചെയ്യാം, അതായത് എല്ലാവരും ഈക്വൽ ആണെന്നുള്ള രീതിയിലേക്കാവുന്നു, എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് ഫെയർ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അടുത്തത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് environmental sustainability means using resources in a way that keep them around for a long time. It's about not using too much of things like water or trees. We also need to take care of animals and keep the air, water clean. അതായത് ഈ നമ്മൾ പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള സുസ്ഥിരതയിൽ പറയുന്നത് നമ്മുടെ റിസോഴ്സസ് ഒക്കെ തന്നെ ലോങ് ടേമിലേക്ക് സൂക്ഷിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുക. അതായത് നമുക്ക് റിസോഴ്സസ് ഉപയോഗിക്കണം. അതായത് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമാണ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ പറയും നമുക്കിപ്പോൾ ട്രീസൊക്കെ വെട്ടേണ്ടി വരും, പക്ഷെ അതിനനുസരിച്ചുള്ള ഇരട്ടി കാര്യങ്ങൾ നമ്മളവിടെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നമ്മൾ തോന്നിയ മാതിരി വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ വെച്ച് പിടിപ്പിക്കാണ്ടെന്ന് എന്തുണ്ടാവും, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ദീർഘകാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുക, അതിനനുസരിച്ച് നമ്മൾ ദീർഘകാലത്തേക്ക് അത് എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി സൂക്ഷിക്കുക. അതുപോലെ തന്നെ വെള്ളം, മരങ്ങൾ പോലുള്ളവയൊക്കെ അതുപോലെയാണ്. അതായത് ഈ അധികം ഉപയോഗിക്കാതിരിക്കുക. അതായത് നമുക്ക് ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക, ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അതുപോലെ മൃഗങ്ങളെയൊക്കെ തന്നെ പരിപാലിക്കുകയും എയറും വാട്ടറൊക്കെ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് സ്ഥാപനാപരമായിട്ടുള്ള സുസ്ഥിരത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് മീൻസ് ഹാവിങ് സ്ട്രോങ് റൂൾസ് ആൻഡ് ഓർഗനൈസേഷൻ ടു പ്ലാൻ ആൻഡ് മേക്ക് ഡിസിഷൻസ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് ലോക്കൽ ഗവൺമെൻറ്റ്സ് ആൻഡ് പ്ലാനിങ് ഓർഗനൈസേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്ലാനിങ് പോലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെ തന്നെ നല്ല റൂൾസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ കൊണ്ടുവരിക. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുക, അപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലാനിങ് ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന രീതിയിൽ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല വൈസ് ഡിസിഷൻസ് എടുക്കുക എന്നൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റ്സ് ആവട്ടെ, ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റ്സ് ആവട്ടെ, എല്ലാതും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അതുകൂടിയാണ് നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശക്തമായിട്ടുള്ള നിയമങ്ങൾ, നല്ല ഓർഗനൈസേഷൻസ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, അപ്പോൾ അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏത് വിധേനയും പണം സമ്പാദിക്കണം എന്ന് വിചാരിക്കുമ്പോൾ മേ ബി അത് പരിസ്ഥിതിക്ക് വളരെയധികം ദോഷമായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ജീവിതം വളരെ ദുഷ്കരമാകാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യം പണം സമ്പാദിക്കുക മാത്രമല്ല, എല്ലാവർക്കും കാര്യങ്ങൾ മികച്ചതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ 4 എണ്ണവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് സുസ്ഥിര വികസനത്തിൻ്റെ 4 കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സസ്റ്റൈനബിലിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് സസ്റ്റൈനബിലിറ്റിൻ്റെ എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് എന്ന് പറയുന്നതിൽ ഗ്രോത്ത്, കൺസംഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്കണോമിക്കിൽ പറയുന്നത്. അതായത് ഗ്രോത്തിനെ, അതുപോലെ തന്നെ കൺസംഷനെ, ഇൻഫ്രാസ്ട്രക്ചറിനെ, ട്രാൻസ്പോർട്ടേഷനെ, ഇതിനെയൊക്കെ തന്നെ എൻഹാൻസ് ചെയ്യുക. സോഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡെമോഗ്രാഫിക്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇക്വിറ്റി, ആക്സസ് ടു ബേസിക് നീഡ്സ് ആണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചുകൾ, എയർ, സോയിൽ, വാട്ടർ പൊല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിനടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലാനിങ്ങും ഡിസൈനും ആണ്. കപ്പാസിറ്റി ആൻഡ് റിസോഴ്സസിനെ കുറിച്ചിട്ട് അതുപോലെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, സിറ്റിസൺസിൻ്റെ പാർട്ടിസിപ്പേഷനൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സസ്റ്റൈനബിൾ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് നമ്മുടെ എക്സാമിന്. അടുത്തത് റൂൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇൻ 1977 ജോൺ ഹാറ്റ്വിക് suggested a rule saying that because the amount of capital does not decrease over time, we can keep consuming without it running out. There are 2 rules about sustainability: weak sustainability and strong sustainability. Whether we choose weak or strong sustainability is for debate. ബട്ട് ഫസ്റ്റ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്യാപിറ്റലിസ്റ്റ്. അതായത് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1977 ജോൺ ഹാർട്ട്വിക് എന്ന് പറയുന്ന ഒരാൾ
പലതരത്തിലുള്ള റൂൾസുകളൊക്കെ നിർദ്ദേശിച്ചു. അതായത് ക്യാപിറ്റലിൻ്റെ അളവ് എന്ന് പറയുന്നത് കാലക്രമേണ കുറയാത്തതിനാൽ അത് നമുക്ക് തീരാതെ തന്നെ ഉപയോഗിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. സോ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് 2 നിയമങ്ങളാണുള്ളത്. ദുർബലമായിട്ടുള്ള, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ വീക്ക് സസ്റ്റൈനബിലിറ്റിയും സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ശക്തമായിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് എന്താണ് മൂലധനം എന്ന് മനസ്സിലാക്കണം. ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ് തിങ്സ് ലൈക്ക് മെഷീൻസ്, നോളജ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നപ്പോൾ നമുക്കറിയാം മെഷീൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇനി മാൻ മെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? മെഷീൻസ്, ഫാക്ടറീസ്, ഇതൊക്കെ ആയിരിക്കും. ഹ്യൂമൻ ക്യാപിറ്റൽ വെച്ച് എന്താണ്? അവരുടെ നോളജും സ്കില്ലുമാണ്. ഇതൊക്കെ നമ്മൾ മറ്റേ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നാച്ചുറൽ ക്യാപിറ്റൽ ഈസ് ഓൾ ദ റിസോഴ്സസ് വി ഗെറ്റ് ഫ്രം നാച്ചർ. അപ്പോൾ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ് നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് വാട്ടർ, ഓയിൽ, ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ വീക്ക് സസ്റ്റൈനബിലിറ്റി റൂൾ സേസ് ദാറ്റ് വി ക്യാൻ റീപ്ലേസ് നാച്ചുറൽ ക്യാപിറ്റൽ കംപ്ലീറ്റ്ലി, ബട്ട് ദ സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി റൂൾ സേസ് ദാറ്റ് വി കനോട്ട് റീപ്ലേസ് നാച്ചുറൽ ക്യാപിറ്റൽ വിത്ത് മാൻ മെയ്ഡ് ക്യാപിറ്റൽ. സോ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള അപ്പോൾ വെള്ളവും അതുപോലെ തന്നെ ഓയിലൊക്കെ പോലുള്ള പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പല വിഭവങ്ങളും പ്രകൃതിയുടെ മൂലധനമാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നാച്ചുറൽ ക്യാപിറ്റലാണ്. സോ നമ്മൾ ഈ പറയുന്ന സ്ട്രോങ്ങും അതുപോലെ തന്നെ വീക്കും ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ മൂലധനം നമുക്ക് പൂർണ്ണമായിട്ടും, അതായത് നമ്മൾ ഈ പറയുന്ന ഒരിക്കലും അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മൂലധനം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പ്രകൃതി നൽകുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ക്യാപിറ്റൽ വളരെ പ്രധാനമാണെന്നും അത് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഒരിക്കലും അത് വംശനാശം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എന്താണോ ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരിക്കലും എൻവയോൺമെൻറ്റിനെ മോശമായിട്ടുള്ള രീതിയിൽ ഇല്ലാത്ത രീതിയിൽ നമ്മുടേതായിട്ടുള്ള ക്യാപിറ്റൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ക്യാപിറ്റൽ വളരെയധികം സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ തീർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു രീതിയിലുള്ള റൂൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നത്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിംഗ് ആണ്. അറ്റ് ദ എർത്ത് സമ്മിറ്റ് ഇൻ റിയോ ഡി ജനീറോ, following a request in Agenda 21, the UN and the World Bank created a system for environmental adjusted economic accounts, SEEA. അതാണ് System for Environmental Adjusted Economic Accounts. So this system adds natural assets like soil, forest and biodiversity to the list of things that make a country wealthy. It shows how these natural things are connected to what we use and make. Decision makers use this information to make policies. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അജണ്ട 21 ഒക്കെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അത് അജണ്ട 21ൻ്റെ ഒരു റിക്വസ്റ്റിനെ തുടർന്നിട്ടാണ് ഈ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് അഡ്ജസ്റ്റഡ് ഇക്കണോമിക് അക്കൗണ്ട്സ് ആയിട്ടൊക്കെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഈ മണ്ണ്, ഫോറസ്റ്റ്, ബയോഡൈവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദത്തമായിട്ടുള്ള അസറ്റുകളൊക്കെ തന്നെ ഒരു രാജ്യത്തെ സമ്പന്നമാക്കുന്ന വസ്തുക്കളുടെ പട്ടികയിലേക്ക് ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രകൃതി ദത്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതും ഉണ്ടാക്കുന്നതും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സോ പലതരത്തിലുള്ള പോളിസീസ് ഉണ്ടാക്കുമ്പോഴും ഡിസിഷൻസ് എടുക്കുമ്പോഴും ഒക്കെ തന്നെ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും ഈ റിസോഴ്സസ് സംരക്ഷിക്കുന്നതും നഷ്ടപ്പെടുന്നതും ഒക്കെ തന്നെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1992 ടൊഡാരോയും സ്മിത്തും പറയുന്നതിനനുസരിച്ചിട്ട് സസ്റ്റൈനബിൾ നെറ്റ് നാഷണൽ ഇൻകം, അതായത് NNI എന്ന് പറയുന്നത് ഈസ് ദ എമൗണ്ട് വി ക്യാൻ യൂസ് വിത്തൗട്ട് ഹേർട്ടിങ് അവർ റിസോഴ്സസ്. അതായത് വിഭവങ്ങൾക്ക് ദോഷം വരുത്താതെ ഉപയോഗിക്കുന്ന തുകയാണ് ഈ നെറ്റ് നാഷണൽ ഇൻകം, സസ്റ്റൈനബിൾ നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി അതിൽ കുറച്ച് ഇക്വേഷൻസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അണ്ടർ ദ കൺവെൻഷണൽ സിസ്റ്റം NNP would be defined as NNP is equal to GNP minus DM എന്നുള്ളത്. അതായത് DM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഓഫ് മാൻമെയ്ഡ് ക്യാപിറ്റൽ. അതായത് മാൻമെയ്ഡ് ക്യാപിറ്റലിൽ ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ അറിയാം നമുക്ക്. അപ്പോൾ എൻവയോൺമെൻ്റലി അഡ്ജസ്റ്റഡ് നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNI ആണ്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? GNI മൈനസ് GM മൈനസ് DN. സോ ഇതിൽ DN എന്ന് പറയുന്നത് എൻവയോൺമെൻ്റൽ ക്യാപിറ്റൽ ഉണ്ടാവുന്ന അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ആണ്. NNI എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ നാഷണൽ ഇൻകം ആണ്. അപ്പോൾ NNI കാണുന്നത് എങ്ങനെയാണ്? GNI മൈനസ് DM മൈനസ് DN.
അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അജണ്ട 21 പറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ SEE എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണും വനവും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അസറ്റാണ് എന്നുള്ള രീതിയിൽ, ഒരു രാജ്യത്തിൻ്റെ അസറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പട്ടികയിലേക്ക് ചേർത്തു. എന്നിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഇതിലെന്തെങ്കിലും മോശം വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ആണ് അല്ലെങ്കിൽ പോളിസീസ് ആണ് എല്ലാവരും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസോഴ്സസ് സംരക്ഷിക്കേണ്ടതും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതും എന്താണ്, ഓരോ കൺട്രിയുടെയും നീഡാണ്. അതിന് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഈ NNI എന്ന് പറയുന്നത് GNI - DM - DN എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എൻവയോൺമെൻറ്റ് കുസ്നെറ്റ്സ് കർവിനെ കുറിച്ചിട്ടാണ്. കുസ്നെറ്റ്സ് കർവ് എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് നമ്മൾ പറയുന്ന സൈമൺ കുസ്നെറ്റ്സ് പറയുന്നത്. ഒരു രാജ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയാണ് അതിൻ്റെ സമ്പദ് വ്യവസ്ഥ എക്സ്പാൻഡ് ചെയ്യണം, അതായത് ഒരു എക്കോണമിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് എത്തുമ്പോൾ പരിസ്ഥിതിയാണ് ഫസ്റ്റ് മോശമാവുക. അതായത് നമ്മൾ മാക്സിമം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥേനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. സോ ആദ്യം അവിടെ ഉണ്ടാവാൻ പോകുന്നത് പരിസ്ഥിതി, അതായത് എൻവയോൺമെൻറ്റിനാണ് അവിടുത്തെ ആദ്യ പ്രശ്നം വരുന്നത്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥ, അതായത് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് കുറച്ചുകൂടി വളരുമ്പോൾ എൻവയോൺമെൻറ്റ് കുറച്ചുകൂടി മെച്ചപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഒരു ആശയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുസ്നെറ്റ്സ് ഒരു കേർവ് വരയ്ക്കുന്നത്. അതായത് യു ഷേപ്പ് കുറച്ച് തലകീഴായിട്ടുള്ള രീതിയിലാണ് ഇതിലിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ആക്സിസിൽ എന്താണ്, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ആണ്, അതായത് പരിസ്ഥിതിയുടെ തകർച്ചയെ പറയുന്നു. ഒരെണ്ണത്തിൽ പെർ ക്യാപിറ്റ ഇൻകം ആണ്. അപ്പോൾ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സോ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു പീക്ക് ലെവലിൽ എത്തുന്നു. അതായത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നതും എന്തായിരിക്കും, അത്യാവശ്യം എന്തായിരിക്കും, ഒരു മിഡിൽ റേഞ്ചിലാണ് വരുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഭയങ്കരമായിട്ട് വേഴ്സായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു എക്കോണമി ഗ്രോ ചെയ്ത്, അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം എക്കോണമീനെ വളരെയധികം മോശമായിട്ട് ഉപയോഗിച്ച് നമ്മൾ അതായത് മാക്സിമം റിസോഴ്സസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ മാക്സിമം റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടേണിംഗ് പോയിന്റ് എത്തുന്നു, അതായത് അത്യാവശ്യം ഗ്രോത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ആ ഗ്രോത്ത് ഉപയോഗിച്ച്, അതായത് ഒരു എക്കോണമി ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ടാവാൻ പറ്റും, പ്രകൃതിയെ കുറച്ചുകൂടി സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് സാങ്കേതിക വിദ്യ, അതായത് ഇപ്പോൾ ഓയിലിന് പകരം ഈ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗരോർജ്ജം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അവിടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ രീതിയിൽ ഒരു രാജ്യം സമ്പന്നമായി കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് വ്യത്യാസം, അതിനുശേഷം എൻവയോൺമെൻറ്റ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേർവിൽ അതാണ് കാണിക്കുന്നത്. അതായത് ഇങ്ങനെ ഗ്രോ ചെയ്ത് വന്നിട്ട് അതിന് ശേഷം പിന്നീട് ഡിക്രീസ് ചെയ്യുന്ന എന്താണ്, അതായത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മെച്ചപ്പെടുകയാണ്. അതായത് ഈ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്താണ്, കുറഞ്ഞു വരികയാണ്. അതായത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനേക്കാളും താഴേക്ക്, അതായത് എൻവയോൺമെൻറ്റ് അത്രയധികം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് എത്തുകയാണെന്നാണ് ഈ ഒരു കേർവിൽ പറയുന്നത്. സോ നമുക്ക് പറയാം ചിലപ്പോൾ ഒരു രാജ്യം സമ്പന്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിസ്ഥിതി മെച്ചപ്പെടും എന്ന് നമുക്കതിൽ അർത്ഥമാക്കുന്നില്ല. പക്ഷെ എന്നാലും സ്വന്തം വിഭവങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻ എപ്പോഴും അവരുടെ റിസോഴ്സസ് എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അവിടെ അത് എൻവയോൺമെൻറ്റ് മെച്ചപ്പെടും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന എൻവയോൺമെൻറ്റൽ കുസ്നെറ്റ്സ് കർവ് എന്ന് പറയുന്നത്. ഒരു യു തലകീഴായിട്ട് കിടക്കുന്ന പോലെയുള്ളൊരു കർവാണിത്. അടുത്തത് വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഹാസ് മെനി എഫക്ട്സ് ഓൾ എറൗണ്ട് ദി വേൾഡ്. അതായത് ആഗോളതാപനം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പമുള്ളൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, ഹറിക്കെയിൻസ് ആൻഡ് ഫയേഴ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ് ബിക്കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അതായത് പലതരത്തിലുള്ള ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും തീപിടുത്തം തുടങ്ങിയിട്ടുള്ള ധാരാളം ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ heat waves caused by global warming are changing when plants grow, causing species to move or die, or changing when animals have babies. So ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോളതാപനം മൂലം ഉണ്ടാകുന്ന ഇപ്പോൾ ഹീറ്റ് വേവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് വേവ്സ് ഒക്കെ തന്നെ പ്ലാന്റ്സിന് വളരെയധികം മോശമാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ തന്നെ മരിക്കുന്നത്, ലൈക്ക് ഒരുപാട് അനിമൽസ് മരിക്കുന്നതിനൊക്കെ തന്നെ കാരണമാവുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടാണ്.
അപ്പോൾ global warming happens when the Earth's atmosphere gets hotter because of gases like carbon dioxide, methane and nitrous oxide. These gases came from the human activities like making things, driving cars, burning forests. Some gases like chlorofluorocarbons also damage the ozone layer, which protects us from the സൺസ് ഹാംഫുൾ റേസ്. അതായത് നമുക്കറിയാം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയിട്ടുള്ള പല വാതകങ്ങൾ കാരണം നമ്മുടെ ഭൂമിയുടെ എൻവയോൺമെൻറ്റ് ലൈക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഒരു ചൂട് കൂടുക, അതായത് ആ അറ്റ്മോസ്ഫിയറിൻ്റെ ചൂട് കൂടുമ്പോഴാണ് ആഗോളതാപനം സംഭവിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പലതരത്തിൽ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, വനങ്ങളൊക്കെ കത്തി നശിക്കുന്നത്, ഇപ്പോൾ CFC അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പോലുള്ള വാതകങ്ങളൊക്കെ തന്നെ ഈ നമ്മൾ പറയുന്ന ഓസോൺ പാളി, നമുക്കറിയാം നമ്മുടെ ഭൂമിയെ ചുറ്റിയിട്ട് ഒരു ഓസോൺ പാളി ഉണ്ട്, ആ ഓസോൺ പാളിയൊക്കെ നശിപ്പിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ കുറച്ചുകൂടി വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള റേസൊക്കെ തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 2030 കൂടിയിട്ട് ഭൂമിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസും 2090 കൂടിയിട്ട് 4 ഡിഗ്രി സെൽഷ്യസും ഉയരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓവറോൾ ഭൂമിയുടെ ടെമ്പറേച്ചറാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കും നമുക്ക് പറയാം. അതായത് ഗ്ലോബൽ വാർമിംഗ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആർട്ടിക് അന്റാർട്ടിക് ഏരിയാസൊക്കെ ഉണ്ട്, അവിടെയുള്ളൊക്കെ മഞ്ഞുരുകും നമുക്കറിയാം. അപ്പോൾ ഓവറോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അവിടത്തേക്ക് മഞ്ഞുരുകുന്നു, അതൊക്കെ നമ്മുടെ കടലിലേക്ക് വരുന്നു, കടലിലെ കുറച്ചുകൂടി ലെവൽ ഉയരുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2030 കൂടിയിട്ട് ഭൂമിയുടെ സമുദ്രനിരപ്പ് എന്ന് പറയുന്നത് 9 മുതൽ 29 സെൻറ്റിമീറ്റർ വരെയും 2090 കൂടിയിട്ട് 96 സെൻറ്റിമീറ്റർ വരെയും ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇതിനൊരു മേജർ ഇഷ്യൂ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതിൻ്റെ ഫീച്ചറും സോഴ്സസ് ഓഫ് ഗ്യാസ് ജനറേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് കാർബൺ ഡൈ ഓക്സൈഡും മീഥേൻ അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡൊക്കെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്ത് വരുന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് CFC അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, അതായത് PFCs അതായത് പെർഫ്ലൂറോ കാർബൺസുകൾ, അതുപോലെ തന്നെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ പൊല്യൂഷൻ ഇൻ ദി എയർ ഹാസ് ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് തിങ്സ് ലൈക്ക് ഫാക്ടറീസ്, കട്ടിംഗ് ഡൗൺ ഫോറസ്റ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹൗ വി ലീവ്. അതായത് ഫാക്ടറികൾ, വനം വെട്ടിത്തെളിക്കൽ, അതുപോലെ നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാരണം വായുവിൽ പലതരത്തിലുള്ള മലിനീകരണങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയൊക്കെ തന്നെ ഒരുപാട് എമിഷൻസ് ഉണ്ടാവുന്നു. ഇതൊരു ഭൂമിക്ക് ചുറ്റും ഒരു എന്താ പറയുക, ഒരു പുതപ്പ് പോലെ നിൽക്കുന്നത്, അതായത് ചൂട് പിടിക്കുക. അത് ഒരിക്കലും നമ്മുടെ ഈ ഒരു ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് പോകുന്നില്ല. അത് ചൂട് പിടിച്ച് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇതിനെ ആഗിരണം ചെയ്ത് മൊത്തത്തിൽ ഒരു ചൂട് കൂട്ടുന്നു. ഇതിങ്ങനെ കാലാവസ്ഥയുടെ ഒരു ചേഞ്ച് ഇങ്ങനെ സാവധാനത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു US ജിയോളജിക്കൽ സർവേ, ഗ്ലോബൽ വാർമിംഗ് ഈസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ വാർമിംഗ് സ്പെഷ്യലി refers to the increase in temperature caused by more greenhouse gases in the air. അതായത് US ജിയോളജിക്കൽ സർവേയുടെ അഭിപ്രായത്തിൽ ആഗോള താപനം എന്ന് പറയുന്നത് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ആഗോള താപനം എന്ന് പറയുന്നത് വായുവിൽ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മൂലം ഉണ്ടാവുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നു. മറുവശത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഈ കാലാവസ്ഥയുടെ തന്നെ, അതായത് നമുക്കറിയാം സീസൺസിലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താപനില ആവട്ടെ, മഴയാവട്ടെ, അല്ലെങ്കിൽ കാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ മുഴുവൻ ഗ്രഹത്തിലൂടെ അല്ലെങ്കിൽ വർഷങ്ങളിലോ പതിറ്റാണ്ടുകളിലൊക്കെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് 2001 റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഭൂരിഭാഗ ചൂടും കൂടുന്നതും, അതായത് ഇപ്പോൾ ഒരു ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നതൊക്കെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണെന്നാണ് ഇതിൽ 2001 ഉണ്ടാവുന്ന ഒരു സർവേയിലും പറയുന്നത്. അടുത്തത് കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഓർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതായത് ആഗോള താപനം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗ്രഹ പ്രഭാവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ആർ എക്സ്ട്രീംലി ഡേഞ്ചറസ് ത്രെറ്റ്സ് കോസ്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഒക്കെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനം മൂലമുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഭൂമിയിലുണ്ടാവുന്ന
നമ്മൾ മനുഷ്യന്മാർ സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെയാണ് പ്രകൃതിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ആഗോളതാപനത്തിലേക്ക് എത്തിക്കുന്നത്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് ഫാക്ടറികൾ, അതിലുണ്ടാകുന്ന അതായത് വൈദ്യുതിയിലും ഗതാഗതത്തിലുള്ളവ അല്ലെങ്കിൽ സെക്ടറുകൾ ധാരാളമായിട്ടുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ തന്നെ പുറത്തുവിടുന്നു. അതുപോലെ ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള വ്യവസായങ്ങൾ മണ്ണിലേക്കും നദിയിലേക്കും സമുദ്രത്തിലേക്കൊക്കെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വലിച്ചെറിയുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനുൾപ്പെടെ നിരവധി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയായിട്ട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കോസാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അർബനൈസേഷൻ ആണ്. നഗരവൽക്കരണം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ ഉണ്ടാവുന്ന വർധനവ് മൂലം ഈ നഗരങ്ങളൊക്കെ വളരുന്നതിനനുസരിച്ചിട്ട് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ നിന്നും പലതരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കൃഷിയിൽ നിന്നുള്ള ഒക്കെ തന്നെ മാലിന്യങ്ങൾ തെറ്റായ രീതിയിൽ നീക്കം ചെയ്യപ്പെടണം. അതായത് ജലത്തിലൂടെയും വായുവിലൂടെയും മണ്ണിലൂടെയൊക്കെ തന്നെ നമ്മൾ ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് എന്താണോ ആവശ്യമില്ലാത്ത അതെല്ലാം ആ വേസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലും നമ്മൾക്ക് എന്താണ് ഇത് ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ അഗ്രികൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് ഈ അഗ്രികൾച്ചറിലൂടെയാണ്. പക്ഷേ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒക്കെ തന്നെ എമിഷനുള്ളൊരു പ്രധാന സ്രോതസ്സ് പറയുന്നത് കൃഷിയാണ്. അതായത് മീഥെയിൻ അങ്ങനത്തെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കെമിക്കൽ ലൈക്ക് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ഇൻ ഫാമിംഗ് ഹാം മെനി സ്പീഷീസ്. അതായത് നമുക്കറിയാം പലതരത്തിലുള്ള കെമിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സുകളും ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് മൂലം പലതരത്തിലും അത് സോയിലിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നു. അതിനനുസരിച്ച് അത് എൻവയോൺമെൻറ്റിനെ കൂടി ബാധിക്കുന്ന ഒരു ബയോഡൈവേഴ്സിറ്റീനെ തന്നെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നു. അടുത്തത് ഭൂവിനിയോഗ പാറ്റേൺസ്, അതായത് ലാൻഡ് യൂസ് പാറ്റേൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പീറ്റ് ഫയേഴ്സ് അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മളൊരു പ്രത്യേകം ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് ആ ഒരു പ്ലേസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കളഞ്ഞിട്ടായിരിക്കും അവിടെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും വെക്കുക. സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, വനനശീകരണം പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പലതും കത്തിച്ച് കളയാറുണ്ട്. ഏക്കറോളം നമ്മൾ കത്തിച്ചൊക്കെ കളയാറുണ്ട് ചിലവർ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിലേക്ക്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ലാൻഡ് യൂസ് പാറ്റേൺസ് ആണ്. അതുപോലെ ഡീഫോറസ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വനനശീകരണം എന്ന് പറയുന്നത് ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഒന്നാണ്. അതായത് വനങ്ങൾ വൻതോതിൽ വെട്ടിത്തെളിക്കുന്നത് നമ്മൾ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്നുണ്ട്. ഒരുപാട്, അതായത് പ്രതിശീർഷം നമ്മൾ ഈ പറയുമ്പോൾ കാർബൺ എമിഷൻ്റെ കേസിൽ 15 to 25% ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഡീഫോറസ്റ്റേഷനാണ്. നമുക്കറിയാം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സസ്യങ്ങളുടെയൊക്കെ ജോലി. അതായത് ഈ മരങ്ങളൊക്കെ തന്നെ ശ്വസിക്കുന്നതൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഇവരൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആമസോൺ കാടുകളുടെ കേസൊക്കെ നമ്മൾ ഇടയ്ക്ക് ന്യൂസുകളിലൊക്കെ കേൾക്കാറുണ്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നതും ആഗോളതാപനം അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവത്തിൻ്റെ കാരണത്തിലൊന്നാണ്. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. അതായത് ഈ ആഗോളതാപനത്തിൻ്റെ ആഘാതങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഹാസ് വേരിയസ് ഇമ്പാക്ട്സ് എസ്പെഷ്യലി അഫക്റ്റിംഗ് ഡെവലപ്പിംഗ് കൺട്രീസ് ദ മോസ്റ്റ്. അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് പലതരത്തിലാണ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിനാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ഇപ്പോൾ പലതരത്തിലുള്ള, അതായത് ഫ്ലഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ സീസണുകളൊക്കെ മാറി മാറി വരുന്നു. ഇതൊക്കെ തന്നെ ഫാമേഴ്സിന് വളരെയധികം വെല്ലുവിളിയായിട്ട് മാറുന്നു. അതുപോലെ ടെമ്പറേച്ചർ ഉയരുക, കനത്തമായിട്ടുള്ള മഴ പെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മണ്ണൊലിപ്പ് ഉണ്ടാവുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ തീരപ്രദേശങ്ങളെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ഈ തീരപ്രദേശങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും വെള്ളമൊക്കെ മലിനമാവുന്നതൊക്കെ തന്നെ, അതായത് ടോട്ടൽ അത് അഗ്രികൾച്ചറിനെ ബാധിക്കുന്നുണ്ട് ഈ ഗ്ലോബലൈസേഷൻ. അതായത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. അടുത്തത് മറൈൻ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറൈൻ ലൈഫിൽ പറയുമ്പോൾ ആഗോളതാപനം എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ 90% ആഗിരണം ചെയ്യുന്നത് ഈ ഒരു സമുദ്രമാണ്. അതായത് സമുദ്രമാണ് അതിനെ ആഗിരണം ചെയ്യുന്നത്. എന്നിട്ട് ഓക്സിജൻ്റെ അളവ് കുറയുന്നതൊക്കെ തന്നെ, അതായത് ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മൾ പറയുന്ന
ചെമ്മീനുകൾ, പവിഴപ്പുറ്റുകൾ, മുത്തുച്ചിപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സമുദ്രജീവികളെയൊക്കെ തന്നെ അപകടത്തിലാക്കുന്നു. അങ്ങനെ പലതരത്തിൽ മത്സ്യോൽപാദനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ മറൈൻ ലൈഫിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പലതരത്തിലും അതിൻ്റെ ഇക്കോസിസ്റ്റം തന്നെ നശിച്ചു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ സമുദ്രത്തിൻ്റെ ലെവൽ ഉയരുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. അടുത്തത് ഫുഡ് ഷോർട്ടേജസ് ആണ്. അതായത് ഭക്ഷ്യക്ഷാമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പലതരത്തിലും ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷനിൽ വളരെയധികം പ്രശ്നം ഉണ്ടാവുന്നു. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ക്ഷാമത്തിലേക്കും അതുപോലെ വിലക്കയറ്റത്തിനൊക്കെ ഇടയാവുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നതും ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ കാർബൺ ഡെപ്പോസിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആഗോളതാപനം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ ഒക്കെ തന്നെ ഇല്ലാതാവലിന് വേണ്ടി കാരണമാവുന്നുണ്ട്. അതായത് സസ്യങ്ങളും ജന്തുജാലങ്ങളുടെ ഒക്കെ തന്നെ വംശനാശത്തിന് ഇത് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് താപനില ഉയരുന്നതിന് കാരണമാവുന്നു. ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ തന്നെ പ്രത്യേകിച്ച് അവരൊക്കെ കൃഷിയെ ആശ്രയിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. ഇവയൊക്കെ തന്നെ ഇതൊരിക്കലും അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി പറ്റില്ല ഈ ക്ലൈമറ്റുമായിട്ട്. അപ്പോൾ എന്തുണ്ടാവും, അവിടെ റിസോഴ്സസിലൊക്കെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ ഈ കാർബണിൻ്റെ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. അടുത്തത് ബയോഡൈവേഴ്സിറ്റി ലോസ്, അതായത് ജൈവ വൈവിധ്യമായിട്ടുള്ള ഒരു ലോസ് ഉണ്ടാവുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നിരവധി സസ്യങ്ങളും ജന്തുജാലങ്ങളൊക്കെ തന്നെ വംശനാശത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ 2020 ആകുമ്പോഴേ 10-20% ആയിട്ടുള്ള സ്പീഷീസുകളൊക്കെ തന്നെ അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ പലതരത്തിലുള്ള എക്കോസിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ തന്നെ തടസ്സപ്പെടുത്തുന്നു. അല്ലെങ്കിൽ വന്യജീവികൾക്കിടയിലൊക്കെ ഒരുപാട് രോഗവ്യാപനം പോലുള്ള കാര്യങ്ങളും ഒരുപാട് പേര് മരിച്ചു പോകാനൊക്കെ അത് കാരണമാവുന്നു. 6th വൺ പോവേർട്ടിയിലാണ്. അതായത് ആഗോള താപനം എന്ന് പറയുന്നത് global warming exacerbate poverty by affecting sea level, seasons, weather patterns. So geographically vulnerable populations suffer from droughts, floods, rising sea levels, so leading to contaminated water supplies, polluted living conditions, loss of livelihood. So climate change has been linked to increased poverty and inequality in developing countries. അതായത് ആഗോളതാപനം എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പുള്ള സീസണുകൾ, അതായത് ഋതുക്കളൊക്കെ മാറി മാറി വരുന്നു, കാലാവസ്ഥ രീതികൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഭൂമിശാസ്ത്രപരമായിട്ട് ദുർബലമായാണ് ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വരൾച്ചയും വെള്ളപ്പൊക്കവും സമുദ്രനിരപ്പ് ഉയരുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ജലമായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക, പലതരത്തിലുള്ള മലിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. സോ ഇതൊക്കെ തന്നെ അവർക്ക് ഇഷ്യൂ ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ആഗോളതാപനത്തിൻ്റെ ഇമ്പാക്ട്സുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റ്സ് ടു ഗ്രോത്ത് ആണ്. ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്നത് The concept of limits to growth is not new. British economist Thomas Robert Malthus raised concern about finite resources to sustain future populations in his book An Essay on the Principle of Population in 1798. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ചിട്ട് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നിട്ടുള്ള തോമസ് റോബർട്ട് മാൽത്തസ് ആണ് 1798 ആൻ എസ്സേ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ഒരു ഭാവിയിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയെ നിലനിർത്തുന്നതിനുള്ള പരിമിതമായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പോഷിപ്പിക്കുന്നതിനുള്ള വിഭവങ്ങൾ വളരെ സാവധാനത്തിലാണ് വളരുന്നത്. അതായത് ജനസംഖ്യ വളരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ആവശ്യമുണ്ട്. പക്ഷേ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ജനസംഖ്യ ഇത്ര റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോലെ ഈ റിസോഴ്സസ് ഇൻക്രീസ് ആവുന്നില്ല. സോ അത് വളരെ ദ്രുതഗതിയിൽ അല്ലെങ്കിൽ വളരെ മന്ദഗതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ മറ്റേത് ദ്രുതഗതിയിലും ഇത് മന്ദഗതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ ജനസംഖ്യാ വർധന നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമുക്ക് പറയുന്ന പോലെ ലാക്ക് ഓഫ് സ്കേഴ്സിറ്റി, ഫെമൈൻ അല്ലെങ്കിൽ ഡിസീസ്, കോൺഫ്ലിക്റ്റ് എന്നിവയിലൊക്കെ നയിക്കും. അതായത് ക്ഷാമം അല്ലെങ്കിൽ രോഗം, സംഘർഷം ഇതിലൊക്കെ തന്നെ നയിച്ചേക്കാം നമ്മൾ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. സോ 1968 സയൻറ്റിസ്റ്റുകളും ഗവേഷകരും അതുപോലെ തന്നെ പലതരത്തിലുള്ള വ്യവസായത്തിൻ്റെ പ്രമുഖരും അല്ലെങ്കിൽ പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ചേർന്നിട്ട് ക്ലബ് ഓഫ് റോം എന്നുള്ള പേരിൽ 1972 ഈ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോട് കൂടിയിട്ട് ഒരു പഠനം ആരംഭിച്ചു. MIT നിന്നുള്ള ഡൊണാൾഡ് മെഡോസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പഠനം, അതായത് നമ്മുടെ ഈ ഭൂമിയിൽ
വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അതായത് വിഭവങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലോയിറ്റേഷനെ ചെറുക്കുക, റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെ ചെറുക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള നമ്മൾ ഈ വളർച്ചയ്ക്ക്, അതായത് വളരെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അത്ര അധികം പെട്ടെന്ന് ഗ്രോത്ത് ഉള്ള സാധനങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയൊക്കെ തന്നെ സബ്സ്റ്റൈനബിൾ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നയിക്കുന്നു, അല്ലെങ്കിൽ അത് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ ഇറ്റ് ഇഗ്നൈറ്റഡ് കോൺട്രവേഴ്സി ബൈ പ്രപ്പോസിങ് ദാറ്റ് കണ്ടിന്യൂസ്ഡ് ഗ്രോത്ത് ലീഡിങ് ടു അൺസസ്റ്റൈനബിൾ ഡിമാൻഡ്സ് ഓൺ ഫിനിറ്റ് റിസോഴ്സസ്. അതായത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിമാൻഡ്സ് ആണ് ഫിനിറ്റ് റിസോഴ്സസ്. അതായത് ഇറ്റ്സ് നോട്ട് ഇൻഫിനിറ്റ്, അതായത് അത് ഒരിക്കലും അനന്തമായിട്ടുള്ളതല്ല, ഫിനിറ്റ് റിസോഴ്സസ് ആണ്, അത് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ്സിൻ്റെ കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സോ ഇതിൽ ഈ ഒരു പഠനം കാണിക്കാൻ വേണ്ടിയിട്ട് ഡൈനാമിക് മോഡലാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. Interdependency among population, food production, industrialization, pollution and consumption of non-renewable resources. അതായത് ജനസംഖ്യയും ഭക്ഷ്യോൽപാദനവും വ്യവസായവൽക്കരണം, മലിനീകരണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൺസംഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഈ റിസോഴ്സസിൻ്റെ ഉപഭോഗം എന്നിവ തമ്മിലുള്ള ഒരു പരസ്പര ആശ്രിതത്വത്തെക്കുറിച്ചിട്ട് ഡൈനാമിക് മോഡൽ പറഞ്ഞു. അതുപോലെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദീസ് എലമെൻറ്റ്സ്, അതായത് ഈ മൂലകങ്ങളുടെയൊക്കെ തന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തുകളെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ ഡിപ്ലീഷിയേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ ശോഷണവും പൊല്യൂഷനും, അതുപോലെ തന്നെ വളർച്ചയ്ക്ക് എന്നുള്ള രീതിയിൽ അബ്സല്യൂട്ട് ലിമിറ്റ്സ് ടു എക്കണോമിക് ഗ്രോത്ത്, ഇതൊക്കെ തന്നെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്നു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഡൈനാമിക് മോഡലിൽ ഈ ഒരു 3 അസംഷൻസ് ആണ് പറയുന്നത്. സോ ബോത്ത് ഫിസിക്കൽ നെസസിറ്റീസ്, അതായത് ലൈക്ക് ഫുഡ്, ഫ്യൂവൽ, എക്കോളജിക്കൽ സിസ്റ്റംസ് ആൻഡ് സോഷ്യൽ നെസസിറ്റീസ്, അതായത് പീസ്, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആർ എസെൻഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ദ വേൾഡ്. അതായത് ലോകത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭക്ഷണം, ഇന്ധനം, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള സമാധാനം, വിദ്യാഭ്യാസം, തൊഴിൽ പോലുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. അപ്പോൾ റിസോഴ്സസ് പ്രധാനമാണെന്നുണ്ടെങ്കിലും ഈ റിസോഴ്സസ് ഒരിക്കലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഈ സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഭവങ്ങളുടെയൊക്കെ തന്നെ വളർച്ചയെ കൂടി പരിമിതപ്പെടുത്തും. ഈവൻ ഈ റിസോഴ്സസ് ആർ അബണ്ടന്റ്, മേ ബി വിഭവങ്ങൾ സമൃദ്ധമായി കിട്ടിയാലും ഈ സാമൂഹികവും പരിസ്ഥിതികവുമായിട്ടുള്ള ഘടകങ്ങളാണ് ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. സോ വളർച്ചയുടെ പരിമിതികളെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയണം. അതായത് ജനസംഖ്യ, ഭക്ഷ്യോൽപാദനം, വ്യവസായവൽക്കരണം, ഇതൊക്കെ തന്നെ തമ്മിലുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഈ മൂലകങ്ങളുടെയൊക്കെ എക്സ്പോണൻഷ്യൽ വളർച്ച, അല്ലെങ്കിൽ വിഭവങ്ങളുടെ ശോഷണത്തെക്കുറിച്ച്, മലിനീകരണത്തെക്കുറിച്ച്, ഇതെല്ലാം തന്നെ പറഞ്ഞ് ലോകത്തെ നിലനിർത്തുന്നതിന് നമ്മൾ ഈ പറയുന്ന ഭക്ഷണം, ഇന്ധനം തുടങ്ങിയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു വളർച്ചയുടെ പരിമിതിയിൽ പറയണം. അടുത്തത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. ദ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഈസ് മാൻകൈൻഡ് റിസോഴ്സ് കൺസംഷൻ ഈസ് കൺസേണിങ് ബിക്കോസ് റിസോഴ്സസ് ആർ ഫിനിറ്റ്. അതായത് വിഭവങ്ങൾ എപ്പോഴും പരിമിതമാണ്. അതായത് വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഈ വിഭവത്തിൻ്റെ ഉപയോഗം, അതായത് ഈ വിഭവങ്ങളൊക്കെ തന്നെ വളരെ സ്പീഡായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്കയെ കുറിച്ചിട്ടാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ പറയുന്നത്. 2050 കൂടിയിട്ട് പല സുപ്രധാനമായിട്ടുള്ള നമ്മൾ പറയുന്ന മിനറൽസ്, അതായത് പലതരത്തിലുള്ള ധാതുക്കളൊക്കെ തന്നെ തീർന്നു പോയേക്കാമെന്നും, അതുപോലെ വർദ്ധിച്ച ഡിമാൻഡാണ്. അതായത് ഈ റിസോഴ്സസിനൊക്കെ തന്നെ പ്രൈസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ലൈക്ക് മെർക്കുറി, ലെഡ് ഒക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സോ പൊല്യൂഷൻ, എ ബൈ പ്രൊഡക്റ്റ് ഓഫ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഓഫ് യൂസ്, ഈസ് ഓൾസോ ഇൻക്രീസിങ് എക്സ്പൊണൻഷ്യലി വിത്ത് അൺസർട്ടൈൻ ലിമിറ്റ്സ് ഓൺ ദി എർത്ത് എബിലിറ്റി ആൻഡ് ടു അബ്സോർബ് ഇറ്റ്. അതായത് നമ്മൾ പറയുമ്പോൾ ഈ റിസോഴ്സുകളൊക്കെ തന്നെ പലതരത്തിൽ വേർതിരിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഉപയോഗവും ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് മലിനീകരണം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും അനിശ്ചിതമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. പക്ഷേ മനുഷ്യരുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പാർപ്പിടം, ഗതാഗതം, മലിനീകരണം, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങി ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അതായത് ചലഞ്ചസ് നേരിടുന്നുണ്ട്. ഇപ്പോൾ ടെക്നോളജിക്കലായിട്ടുള്ള പല ചലഞ്ചസും നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. അതായത് എക്സ്പൊണൻഷ്യൽ രീതിയിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, പൊല്യൂഷൻ,
അതുപോലെ നമ്മുടെ ഡൈവേഴ്സിറ്റീനെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സമുദ്രത്തിലും പരിസ്ഥിതിയിലുമൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിൽ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മേ ബി കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. സോ എക്സ്പൊണൻഷ്യൽ വളർച്ച എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇൻ റെസ്പോൺസ് ദ ലിമിറ്റ്സ് ടു ഗ്രോത്ത് പ്രപ്പോസ്ഡ് സെവറൽ മെഷേഴ്സ്. അപ്പോൾ ഈ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്നതിൽ പലതരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് സ്റ്റെബിലൈസിങ് പോപ്പുലേഷൻ ഗ്രോത്ത് ബൈ ബാലൻസിങ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്. അതായത് ജനന മരണ നിരക്ക് എപ്പോഴും ഒരു ബാലൻസിലാക്കുക, അതായത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതായത് ഒരു ബർത്തും ഡെത്തും തമ്മിലുള്ള റേറ്റ് ഒക്കെ തന്നെ ഒരു സ്റ്റെബിലൈസ് ചെയ്യുക, പോപ്പുലേഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. അതുപോലെ ലിമിറ്റിംഗ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഗ്രോത്ത് സ്റ്റെബിലൈസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്, അതായത് നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിലൂടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ക്യാപിറ്റലിൻ്റെ വളർച്ചയൊന്ന് പരിമിതപ്പെടുത്തി നിർത്തുക. അതുപോലെ റെഡ്യൂസിങ് റിസോഴ്സ് കൺസംഷൻ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റിൻ്റെ ആ റിസോഴ്സസിൻ്റെ ഉപഭോഗം കുറയ്ക്കൽ, അല്ലെങ്കിൽ ഷിഫ്റ്റ് എക്കണോമിക് പ്രിഫറൻസ് ടുവേർഡ്സ് സർവീസസ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഓവർ മെറ്റീരിയൽ ഗുഡ്സ്. മെറ്റീരിയൽ ഗുഡ്സിനേക്കാളും ഇക്കണോമിക്കിൻ്റെ പ്രിഫറൻസ് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കൊണ്ടുവരിക. അതായത് എങ്ങനെ നമുക്ക് ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഡിക്രീസിങ് പോപ്പുലേഷൻ ജനറേഷൻ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഹൈ വാല്യൂ അഗ്രികൾച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് സെക്യൂരിറ്റി കിട്ടുന്നു. സോ എക്കണോമിക്കലി ഒരു പ്രോഫിറ്റബിൾ, അതായത് ഷോർട്ട് ടേമിലേക്ക് നമുക്ക് ലഭിക്കുന്നു. സോ ഈ മെഷേഴ്സ് ഒക്കെ വെച്ചിട്ട് അൺസസ്റ്റൈനബിൾ ട്രാജക്ടറി ഓഫ് റിസോഴ്സ് കൺസംഷൻ ആൻഡ് പൊല്യൂഷൻ വൈൽ എൻഷുറിങ് ഹ്യൂമൻ വെൽബീയിങ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അതായത് മനുഷ്യൻ്റെ ക്ഷേമവും അല്ലെങ്കിൽ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള സുസ്ഥിരതയും ഒക്കെ തന്നെ ഉറപ്പാക്കുന്നതിനൊപ്പം റിസോഴ്സസിൻ്റെ ഉപഭോഗത്തിനും അതുപോലെ പൊല്യൂഷൻ എന്നുള്ള ഒരു കാര്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഇത്തരം നടപടികളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക്, അതായത് അതിൻ്റെ ഒരു ലിമിറ്റിലേക്ക് എത്തിക്കുന്നു. ഇനി അടുത്തത് എർത്ത് സമ്മിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1992 ഭൗമ ഉച്ചകോടി വരുന്നത്. 1992 റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട് ഈ എർത്ത് സമ്മിറ്റ് നടക്കുന്നു. അതായത് പരിസ്ഥിതിയും വികസനവും, അതായത് എൻവയോൺമെൻറ്റും അതുപോലെ ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു UN കോൺഫറൻസ് നടത്തുന്നത്. അതായത് നമ്മൾ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്കുള്ളൊരു സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ് നടത്തിയത് എർത്ത് സമ്മിറ്റിലൂടെയാണ്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എർത്ത് സമ്മിറ്റിൽ 1992 ഉണ്ടാവുന്ന ഈ ഒരു എർത്ത് സമ്മിറ്റിയുടെ എൻവയോൺമെൻറ്റും അതുപോലെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇതിന് രണ്ടെണ്ണത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകി. ശ്രദ്ധിക്കണം, എൻവയോൺമെൻറ്റിനും ഡെവലപ്മെൻറ്റിൻ്റെതായിട്ടുള്ള ഇഷ്യൂസിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് എർത്ത് സമ്മിറ്റിൽ നൽകിയത്. അജണ്ട 21 എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി എന്നൊക്കെ പറയാം. സോ ഇറ്റ് ഈസ് എ ഡ്രാഫ്റ്റിംഗ്, ഇറ്റ് റിസൾട്ടഡ് ഇൻ ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് അജണ്ട 21 ആൻഡ് ആക്ഷൻ പ്ലാൻ ആണ് ഫോർ കൺട്രീസ് ടു കൺസേർവ് നേച്ചർ. അതായത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ്, ഒരു കർമ്മ പദ്ധതിയാണ് അജണ്ട 21 എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭൗമ ഉച്ചകോടിയിൽ 116 രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡേഴ്സും 1400 NGOസും 9000-ഓളം പത്രപ്രവർത്തകരും ഒക്കെ പങ്കെടുത്തതായിരുന്നു എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മുൻഗണന നൽകുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ദേശീയമായിട്ടുള്ള നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. വേൾഡ് ലീഡേഴ്സൊക്കെ തന്നെ ഒരുപാട് നാഷണൽ പോളിസീസ് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. പ്രയോറിറ്റൈസ് ചെയ്തത് എന്തിനാണ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ഇന്നത്തെയും ഭാവി തലമുറയുടെയും സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു എർത്ത് സമ്മിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദ സമ്മിറ്റ് എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസിങ് economic, social and environmental needs of present and future generation. സോ ഇത്രയാണ് നമ്മൾ പറയുന്ന എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു റിയോ സമ്മിറ്റിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കംസിനെയാണ് നമ്മൾ പറയുന്നത്. അതാണ് അജണ്ട 21 എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അജണ്ട 21 ആണ്. എ പ്രോഗ്രാം പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അജണ്ട 21 സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് റിയോ ഉച്ചകോടിയുടെ ഔട്ട്കംസ് ആണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഔട്ട്ലൈനിങ് ദ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റേറ്റ്. അതായത് പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ചുള്ള റിയോ ഡിക്ലറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കൺട്രീസിൻ്റെയും അവകാശങ്ങളും, അതായത് റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും വിവരിക്കുന്ന ഒരു കൂട്ടം
എന്താ പറയുക സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ആണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രിൻസിപ്പിളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഫോറസ്റ്റിൻ്റെ പരിപാലനം അതിനെക്കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. 2 ലീഗലി ബൈൻഡിങ് കൺവെൻഷൻസ്, അത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊന്ന് ജൈവവൈവിധ്യമാണ്. 1 ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് അതർ 1 ഈസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതാണ് 2 ബൈൻഡിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഓവറോൾ ദ എർത്ത് സമ്മിറ്റ് വാസ് പൈവോട്ടൽ മൊമെന്റ് ഇൻ റൈസിംഗ് ഗ്ലോബൽ അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് പ്രാക്ടീസ്. അതായത് മൊത്തത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ആഗോള തരത്തിലൊരു അവബോധം വളർത്തുന്നതിനും അതുപോലെ ഈ ഒരു എർത്ത് സമ്മിറ്റിനൊരു സുപ്രധാനമായിട്ട് സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഇനി അജണ്ട 21 നമ്മൾ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി സുസ്ഥിര വികസനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് അജണ്ട 21 എന്ന് പറയുന്നത്. 1992 റിയോ ഉച്ചകോടിയിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നതാണ് അജണ്ട 21 എന്ന് പറയുന്നത്. ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സമഗ്രമായിട്ടുള്ളൊരു പദ്ധതി, ഒരു പ്രവർത്തന പദ്ധതിയുടെ രൂപരേഖ, ഒരു ഡ്രാഫ്റ്റ് നൽകുക എന്നുള്ളതായിരുന്നു അജണ്ട 21 എന്ന് പറയുന്നത്. ഇത് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ കോപ്പറേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വികസനത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലുള്ള അന്താരാഷ്ട്രമായിട്ടുള്ള സഹകരണം, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് 1 അജണ്ട 21 പറയുന്നത്. അതിൽ നമ്മൾ പറയുമ്പോൾ ഈ ഡെവലപ്മെൻറ്റ്, അതായത് അഡ്രസ്സിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് പോവേർട്ടി ഒബ്ജക്റ്റീവ്സ്, അതുപോലെ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കൺസംഷൻ പാറ്റേൺസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഓഫ് ഹ്യൂമൻ ഹെൽത്ത്, പിന്നെ സസ്റ്റൈനബിൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിനെ എൻകറേജ് ചെയ്യുക. അടുത്തത് പറയുന്നത് കൺസർവേഷൻ ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണവും ഈ റിസോഴ്സസിൻ്റെ ഒക്കെ തന്നെ പരിപാലനം, അതായത് അന്തരീക്ഷം, ഈ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, ഇതൊക്കെ തന്നെ സംരക്ഷിക്കുക, വനനശീകരണം, അന്തരീക്ഷ മലിനീകരണം, ആഗോളതാപനം ഇതിനെയൊക്കെ തടയുക, അതുപോലെ തന്നെ ഈ ലാൻഡ് യൂസിങ് പാറ്റേൺസിലൊക്കെ തന്നെ നല്ല അപ്രോച്ചസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. സോ അതുപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സസ്റ്റൈനബിളും അതുപോലെ തന്നെ കൃഷിയും അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ, അതായത് റൂറൽ ഡെവലപ്മെൻ്റ് ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യുക, പിന്നെ അതുപോലെ സൗണ്ട് മാനേജ്മെൻറ്റ്, ഹസാഡസ് വേസ്റ്റുകളൊക്കെ തന്നെ ഇല്ലാതാക്കുക, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി തേർഡ് 1 എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ദ റോൾ ഓഫ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആൻഡ് അതർ സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ NGOസും അതുപോലെ തന്നെ അതർ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അജണ്ട 21 പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻസ്, വിമൻസ്, അതുപോലെ തന്നെ യൂത്ത്, പിന്നെ ലോക്കലായിട്ടുള്ള കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കർഷകർ, അതുപോലെ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിനെയൊക്കെ തന്നെ ശക്തിപ്പെടുത്തുക, അതായത് ഒരു സാമൂഹിക ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് തേർഡായിട്ടുള്ളൊരു അജണ്ട 21 തേർഡായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഫോർത്ത് 1 എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇത് അതായത് നടപ്പിലാക്കുന്നതിനുള്ള പലതരത്തിലുള്ള നടപടികളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സോ മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് മെക്കാനിസംസ്, അതായത് പലതരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരിക, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം, അതുപോലെ ശാസ്ത്രം, ടെക്നോളജി ഇവയുടെയൊക്കെ തന്നെ ട്രാൻസ്ഫറിനെ പ്രോത്സാഹിപ്പിക്കുക, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൈമാറുന്നത് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ഡെവലപ്ഡ് നേഷൻസിൻ്റെ രാജ്യങ്ങളിൽ തന്നെ അതിൻ്റെയൊക്കെ തന്നെ കുറച്ചുകൂടി അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങളും അവരുടെ ഇൻ്റർനാഷണലിലുള്ള കോപ്പറേഷനൊക്കെ തന്നെ കൊണ്ടുവരിക, അങ്ങനെ ഓരോന്നും ചെയ്യുക എന്നുള്ളതാണ് അജണ്ട 21 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേജറായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അജണ്ട 21 എയിംസ് ടു ഫോസ്റ്റർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ കൊണ്ടുവരിക, പ്രൊമോട്ട് സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ എംപവർ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്ലോബലി. ഇതാണ് അജണ്ട 21 എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വാട്ട് ഈസ് റിയോ ഡിക്ലറേഷൻ എന്നുള്ളതാണ്. റിയോ പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ചിട്ടുള്ള റിയോ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് 27 ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. പരിസ്ഥിതിക്കും ഡെവലപ്മെൻറ്റിനുമുള്ള, അതായത് എൻവയോൺമെൻറ്റിനും ഡെവലപ്മെൻറ്റിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാത്താണ്, ഒരു ഗൈഡാണെന്നൊക്കെ നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും റിയോ ഡിക്ലറേഷനെ കുറിച്ചിട്ട്. ഇപ്പോൾ എൻവയോൺമെൻറ്റിനായിട്ടുള്ള പലതരത്തിലുള്ള ചലഞ്ചസിനെ കുറിച്ചിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള, അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ടുള്ള കുറേ ഇഷ്യൂസിനെ കുറിച്ചിട്ടും ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്
കുറിച്ചിട്ടൊക്കെ തന്നെയാണ് റിയോ ഡിക്ലറേഷൻ പറയുന്നത്. ഇപ്പോൾ എർത്ത് സമ്മിറ്റിൽ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, സാമ്പത്തികമായിട്ടുള്ള അതായത് ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇക്കണോമിക് അതായത് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ഇമ്പാക്ട്സിനെ കുറിച്ചിട്ടും ചർച്ച ചെയ്തു. സോ ഇതിൻ്റെ പ്രധാന കീ ആസ്പെക്ട്സ് ഓഫ് റിയോ ഡിക്ലറേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ആരോഗ്യകരവും ഉൽപ്പാദനക്ഷമവുമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുവരിക, പ്രൊമോട്ടിങ് എ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് ലൈഫ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, റെക്കഗ്നൈസിങ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അതായത് വികസന പ്രക്രിയയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ അംഗീകരിക്കുക, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കുറേ പ്രവർത്തിക്കുക, പിന്നെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൺസംഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഈ പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് നടപ്പിലാക്കുക, ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള നോളജിൻ്റെയൊക്കെ തന്നെ ട്രാൻസ്ഫറൊക്കെ സുഗമമാക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നടപടികൾ കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു റിയോ പ്രഖ്യാപനമായി റിയോ ഡിക്ലറേഷൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് ജെന്യൂൻ സേവിങ്സ്, അതായത് GSH, ജെന്യൂൻ പ്രോഗ്രസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡെക്സ് ഓഫ് സോഷ്യൽ എക്കണോമിക് വെൽഫെയർ, ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഹ്യൂമൻ വെൽബീയിങ്ങിൻ്റെ ആയിട്ടുള്ളതൊക്കെ രീതിയിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഒരു ട്രഡീഷണൽ എക്കണോമിക് മെട്രിക്സ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മെഷേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് റിയോ ഡിക്ലറേഷൻ പറയുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് റിയോ ഇൻ്റർനാഷണൽ കോൺഫറൻസ് സമ്മിറ്റ്സ് ആണ്. അതായത് റിയോ ഡിക്ലറേഷന് ശേഷമുള്ള പലതരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളും അതുപോലെ ഉച്ചകോടികളും അല്ലെങ്കിൽ ഈ ഒക്കെയാണ് പറയുന്നത് നമ്മൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണ്. അത് 1997 വന്നിട്ടുള്ളതാണ്. എയിംഡ് ടു പ്രിവെൻറ്റ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്. അതായത് നമ്മളിപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. അത് ക്യോട്ടോയിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാൻ, അതായത് 1997 ആൻഡ് അത് 2005 അത് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയാൻ വേണ്ടി അതൊരു ഫോഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ കമ്മിറ്റ്മെൻറ്റ്സ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ എസ്പെഷ്യലി കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ഇൻഡസ്ട്രീസ്. അതായത് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് എയിം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ പുറന്തള്ളൽ കുറയ്ക്കുക, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രീസിൽ നിന്നും എമിഷൻ പുറന്തള്ളൽ കുറയ്ക്കുക. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് പ്ലഡ്ജ് ചെയ്യണം, അവരത് എന്ത് ചെയ്യണം, റെഡ്യൂസ് എമിഷൻ ബൈ 13% ബൈ 2012 വിത്ത് വാരിയിങ് ടാർഗറ്റ്സ്. അതായത് ഓരോ ടാർഗറ്റ് വെച്ചിട്ട് 2012 കൂടിയിട്ട് ഇത്ര രീതിയിൽ നമ്മൾ ഇത്ര ശതമാനം നമ്മൾ കുറയ്ക്കും എന്നൊക്കെ രീതിയിൽ അവർ പ്രതിജ്ഞ എടുക്കണം എന്നൊക്കെയാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. WSSD 2002 ആണത്. അത് ജോഹന്നാസ്ബർഗിൽ സൗത്ത് ആഫ്രിക്കയിലാണ് ഹെൽഡ് ചെയ്യുന്നത്. ലീഡേഴ്സ് കമ്മിറ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ അജണ്ട 21 അജണ്ട 21 ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഇത് ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ അതർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതായത് ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ വരുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു വേൾഡ് സമ്മിറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ എംഫസൈസ്ഡ് പാർട്ട്ണർഷിപ്പ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നിട്ട് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് ആണ്. അത് 2015 നടന്നിട്ടുണ്ടായിരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ആഗോളതാപനം 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിട്ട് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ലക്ഷ്യമിടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഡിഗ്രി കൂടും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പോൾ 2015 ഡിസംബർ 12 ഏകദേശം 200 രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. നവംബർ 4, 2016 ഇത് നിലവിൽ വന്നു. അങ്ങനെ അതുപോലെ തന്നെ എമിഷൻ കുറയ്ക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്മിറ്റ്മെൻറ്റ് ടു മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റിംഗ് കൺട്രീസ് ടു കട്ട് എമിഷൻസ് ആൻഡ് സ്ട്രെങ്തൻ ദീസ് കമ്മിറ്റ്മെൻറ്റ്സ് ടു ഓവർ ടൈം. അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റിനെ ബാധിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയൊക്കെ എമിഷൻസ് കുറയ്ക്കുക എന്നുകൂടി ഈ കൺട്രീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഗ്രിമെൻറ്റ്സ് ഒക്കെയാണ് പലതരത്തിലുള്ള രീതിയിൽ സമ്മിറ്റ്സിനൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇൻ്റർനാഷണൽ എഫേർട്സ് ആണ്. അതായത് ഈ എൻവയോൺമെൻറ്റ് ചലഞ്ച്, എൻവയോൺമെൻറ്റിൽ റിലേറ്റ് ചെയ്തിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടാനും സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യാനൊക്കെ തന്നെ ഗ്ലോബൽ സ്കെയിലിൽ നോക്കുന്ന എഫേർട്സ് ആണ്, ഇൻ്റർനാഷണൽ എഫേർട്സുകളാണ് ഈ ഒരു സമ്മിറ്റുകൾ എന്നൊക്കെ പറയുന്നത്. പലതരത്തിലുള്ള എഗ്രിമെൻറ്റ്സ് സമ്മിറ്റുകൾ എന്നൊക്കെ പറയുന്നത്
ഇൻ്റർനാഷണൽ ലെവലിലൊരു എഫേർട്ടാണ് എങ്ങനെയെങ്കിലും നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ പല നേഷൻസും ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ബേസ് ചെയ്ത് നിൽക്കുന്ന, അതായത് ഇൻഡസ്ട്രിയിൽ നല്ല കുത്തനെ നിൽക്കുന്ന പല നേഷൻസും മേ ബി ഇതിലൊന്നും സൈൻ ചെയ്യാറില്ല. ബിക്കോസ് എന്ന് പറയുന്നത് അവർക്ക് ഇത്തരത്തിലധികം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവർ മേ ബി ഇവരിൽ നിന്നൊക്കെ മാറി നിൽക്കാറുണ്ട്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആയിട്ട് ഇവരെടുത്ത് പറയാറുണ്ട്. സോ ഇതൊക്കെയാണ് പോസ്റ്റ് റിയോ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓഫ് സമ്മിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.